ED രാഷ്ട്രീയം കളിക്കുകയാണ്. ഞങ്ങൾക്ക് അന്ന് ആദ്യമേ ഇത് എത്രയായിട്ട് പറയുന്നത് ഞങ്ങളിത് ഭരണം നോക്കി രാഷ്ട്രീയ പാർട്ടിയെ നോക്കി അവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് EDയുടെ ഭാഗത്തുനിന്ന് മിക്കവാറും. എല്ലാ അന്വേഷണത്തിന്റെ അകത്തും വെള്ളം ചേർത്ത് BJPയെയും സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അവസാനത്തെ തെളിവാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണം. അത് എന്ന് ഇപ്പൊ പറയുന്നല്ലേ, അത് പറയുന്നത് BJPയെ സഹായിക്കാനാണ്. BJPയെ സഹായിക്കുന്ന ഉത്തരവാദിത്വമാണ് ഈ ഏജൻസിക്കുള്ളത്. അവർ ഇന്ന് വരെ യഥാർത്ഥ കള്ളന്മാരാരാണെന്ന് പറഞ്ഞിട്ടുമില്ല, കള്ളന്മാരെ പിടിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എല്ലാ കാലത്തും BJPയെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്നും ഇവർ ചെയ്തിട്ടുള്ളത് എന്നത് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആശാസമരം ഇങ്ങനെ തുടരുകയാണ്. ഇന്ന് 44-ാം ദിവസം പിന്നിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ കൊല്ലത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ആശമാർക്ക് 1000 രൂപ ഇൻസെന്റീവ് അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ഗൌരവമായി നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയമാണത്. നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ഇത്തരം ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്ന പരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധിക്കുമെങ്കിൽ ഞങ്ങൾ അവർക്ക് ആ സഹായം നൽകാൻ ഞങ്ങൾ തീരുമാനമെടുക്കും. അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തെടുക്കുന്ന ഒരു വിഷയമാണ്, വ്യക്തിയെടുക്കുന്ന തീരുമാനമല്ല. മന്ത്രി ഡൽഹിയിൽ വന്നിട്ടും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രിമാർക്ക് അത്രമാത്രം ശ്രദ്ധ ഈ കാര്യത്തിനകത്തുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടേ, അവരെ കേൾക്കണ്ടേ, അവർക്ക് മറുപടി കൊടുക്കണ്ടേ, അവർ പറയുന്ന പ്രശ്നങ്ങളുടെ ഗൌരവം അവർ വിലയിരുത്തണ്ടേ. അതൊക്കെ അവർ ജോലിയല്ലേ, ഔദ്യോഗിക പ്രൊഫഷണൽ ജോബല്ലേ അത്. അതുപോലും ചെയ്യില്ല എങ്കിൽ പിന്നെ ഇവരൊക്കെ ഈ ഭരിക്കാനിരിക്കുന്നതിന്റെ അർത്ഥം. അങ്ങനത്തെ ഒരു നാടിന്റെ അകത്ത് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നമ്മൾ പാടിപ്പുകഴ്ത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴവിരുന്നിനായി വന്നിട്ട് ഇവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ഈ കേന്ദ്രമന്ത്രിയെ കാണുമെന്നുള്ള ഒരു കാര്യം ആരോഗ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഭരണരംഗത്തുള്ളതിന്റെ പോരായ്മയും പാളിച്ചയൊക്കെ ഇത് തന്നെയാണ്. സ്വന്തം കാര്യം സിന്ദാബാദ്, അവരവരുടെ കാര്യം മാത്രം നോക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടമായി കേന്ദ്രത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും ഒക്കെ ഭരണങ്ങൾ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് മാറി വരിക. ഇന്ന് രാജ്യസഭയിൽ റഹീം MP ഉന്നയിച്ച ഒരു കാര്യം, നിലവിലുള്ള MP വയനാടിനായി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി 2 MPമാർ വയനാടിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നിലവിലൊന്നും ചെയ്യുന്നില്ല എന്നാണ്. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പിരിവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. KPCCയുടെ നേതൃത്വത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരു വീട്ടിൽ നിന്ന് ഒരു ഫിക്സഡ് റേറ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് സർക്കുലർ അയച്ചിട്ടുണ്ട്. അതിന്റെ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഭയിൽ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് 800 കോടി രൂപയോളം കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന് അടൂർ പ്രകാശ് MP ഉയർത്തുകയുണ്ടായി. അതേ തുടർന്ന് പിന്നീട് പ്രതിഷേധവും MPമാരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. കേന്ദ്രം പറയുന്നത് ചട്ടങ്ങൾ പാലിക്കുന്നവർക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നുണ്ടെന്നാണ്. ഇതേപറ്റി എങ്ങനെയാണ്? അതൊക്കെ ഞാൻ ചോദിക്കണം, അതൊക്കെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അതിന്റെ ഫയൽ നോക്കി പറയേണ്ടതല്ലേ. നമുക്കത് പറയാൻ പറ്റുമോ? ഇപ്പം ഭരിക്കുന്ന കൂട്ടർ പറയുന്നു ഇങ്ങനെ, അല്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന കൂട്ടർ മറ്റൊന്ന് പറയുന്നു. അത് ഏത് ശരി ഏത് തെറ്റ് എന്ന് പറയണമെങ്കിൽ ഇതിന്റെ രേഖകൾ കാണാനും അത് പരിശോധിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ സാധിക്കൂ. നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് റോബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ദുഃഖകരമായ സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുമൊക്കെ കേട്ടറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഷമാമാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. നടന്നു പോകാൻ സാധിക്കാത്ത നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള MSc പഠിച്ച് പാസ്സായ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനുഷ്യത്വം നമ്മളെ മനസ്സിന്റെ അകത്ത് ഒരു തിളച്ചിമറിയാണ് വാസ്തവത്തിൽ. എനിക്ക് ആ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സ് വളരെയേറെ വേദനിച്ചു. വാസ്തവത്തിൽ ഇത്രയേറെ ഇതെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും പഠിക്കാൻ സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരന് നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജീവിതം ഇതുപോലെ പാഴായി പോകുന്നത് കാണുമ്പോൾ സങ്കടം ഞങ്ങളൊക്കെ ഇന്ന് പങ്കുവെക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ഈ സൈക്കിളല്ലേ വീൽ ചെയർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു യാത്ര പോകാനുള്ള സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് പോകാൻ സാധിക്കും. അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന.